Hi students, today we are going to discuss about some important terms used in UV spectroscopy. Okay, first one, chromophore. What are chromophores? The functional groups which has the capacity to impart color to a compound that are called chromophores. അതായത് എന്താണ് നമ്മുടെ കോമ്പൗണ്ടുകൾക്ക് സ്യൂട്ടബിൾ അല്ലെങ്കിൽ പർട്ടിക്കുലർ കളർ കൊടുക്കുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ്സ് നമ്മുടെ കോമ്പൗണ്ടിനകത്ത് പ്രസൻ്റ് ആയിരിക്കുന്ന ഏതെങ്കിലും ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ആ കോമ്പൗണ്ടിന് എന്തെങ്കിലും കളർ കൊടുക്കുന്നു എങ്കിൽ ദാറ്റ് ആർ കാൾഡ് ക്രോമോഫോസ്. അപ്പോൾ നമുക്ക് അതിനെ ഡെഫിനേഷൻ എങ്ങനെ കുറച്ചുകൂടെ ബ്രോഡായിട്ട് പറയാം. എ ക്രോമോഫോർ ഈസ് ഡിഫൈൻഡ് ആസ് എ ഗ്രൂപ്പ് വിച്ച് അബ്സോർബ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഇൻ ദ വിസിബിൾ ഓർ UV റീജിയൻ ദാറ്റ് വിൽ ഇമ്പാർട്ട് കളർ ടു എ കോമ്പൗണ്ട്. UV റീജിയണിൽ നിന്നോ വിസിബിൾ റീജിയണിൽ നിന്നോ ഇലക്ട്രോണിക് റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്തിട്ട് നമ്മുടെ കോമ്പൗണ്ടുകൾക്ക് കളറ് കൊടുക്കാൻ കാരണമാകുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ്സ് പ്രസൻറ്റ് ഇൻ അവർ കോമ്പൗണ്ട് ദാറ്റ് ആർ കാൾഡ് ക്രോമോഫോസ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നൈട്രോ കോമ്പൗണ്ടുകളുടെ കളർ എന്താണ്? ഏതെങ്കിലും ഒരു നൈട്രോ കോമ്പൗണ്ട് ഓർത്ത് നോക്കിയാൽ കിട്ടും. എന്താണ്? നൈട്രോ ബെൻസിൻ്റെ ഒക്കെ കളർ എന്താണ്? ചെറിയ മഞ്ഞ കളർ കാണത്തില്ലേ നൈട്രോ ബെൻസിനൊക്കെ? ദാറ്റ് കളർ ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എ ക്രോമോഫോർ. അപ്പോൾ ആ നൈട്രോ ഗ്രൂപ്പ് നമ്മുടെ കോമ്പൗണ്ടിനകത്തുള്ള നൈട്രോ കോമ്പൗണ്ടിനകത്തുള്ള നൈട്രോ ഗ്രൂപ്പ് ദാറ്റ് ആർ ദ ക്രോമോഫോർസ് ഗീവിങ് കളർ ടു അവർ കോമ്പൗണ്ട്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ അറൈൽ കോൺജുഗേറ്റഡ് അസോ ഗ്രൂപ്പ്സ് പ്രസൻറ്റ് ഇൻ ആസോഡൈസിനകത്ത് പ്രസൻ്റ് ആയിട്ടുള്ള അറൈൽ കോൺജുഗേറ്റഡ് അസോ ഗ്രൂപ്പ്സ് ദാറ്റ് ആർ ദ കളർ ഇമ്പാർട്ടിംഗ് ക്രോമോഫോസ് ഇൻ ആസോ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ആസോഡൈസ്. ഓക്കെ, ഇത് മാത്രമല്ല വേറെയും ഉണ്ട്. എന്തൊക്കെയാണ്? കാർബണൈൽ ഗ്രൂപ്പ്സ്, എസ്റ്റേഴ്സ്, ആസിഡ്സ്, നൈട്രൈൽ കോമ്പൗണ്ട്സ്, അസറ്റൈൽ ഗ്രൂപ്പ്സ്, എഥിലിനിക് ഗ്രൂപ്പ്, ഇവയെല്ലാം തന്നെ ഈ ക്രോമോഫോറുകളാണ്. അപ്പോൾ ക്രോമോഫോറുകളുടെ ജോലി എന്ന് പറയുന്നത് എന്താണ്? കോമ്പൗണ്ടുകൾക്ക് കളർ കൊടുക്കുക എന്നുള്ളതാണ് ക്രോമോഫോറുകളുടെ ഉപയോഗം, ക്രോമോഫോറിക് ഗ്രൂപ്പുകളുടെ. അതുപോലെ തന്നെ ഈ ക്രോമോഫോറുകൾ 2 ടൈപ്സ്, 2 ഉണ്ട്. ഏതൊക്കെയാണ്? The chromophores in which the group contain pi ഇലക്ട്രോണുകളുള്ള ക്രോമോഫോറുകൾ. അപ്പോൾ പൈ ഇലക്ട്രോണുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും? പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻസ് ആർ പോസിബിൾ ദെയർ. ഓക്കെ, എക്സാമ്പിൾ എത്തിലീൻ, അസറ്റിലീൻ. ഓക്കെ, ഇതിനെല്ലാം എഥിലീനും അസറ്റിലീനും ഇതിനെല്ലാം എന്തുണ്ട്? പൈ ഇലക്ട്രോണുകളുണ്ട്. അപ്പോൾ പൈ ഇലക്ട്രോണുകളുള്ള, അപ്പോൾ ദെയർ വിൽ പൈ സ്റ്റാർ ട്രാൻസിഷൻസ് ആർ പോസിബിൾ ആൻഡ് ദീസ് ആർ one type of chromophore. Another one എന്ന് പറയുന്നത് ഏതാണ്? Chromophores in which the group contains pi electrons and n electrons. അതായത് പൈ ഇലക്ട്രോണുകളും കാണും, n ഇലക്ട്രോൺ മീൻസ് നോൺ ബോണ്ടിങ് ഇലക്ട്രോണുകൾ, ലോൺ പെയർ ഇലക്ട്രോണുകളും ഉണ്ടായിരിക്കുന്ന ക്രോമോഫോർസ് അങ്ങനെയും ഉണ്ട്. അപ്പോൾ അവിടെ ഏതൊക്കെ ടൈപ്പ് ട്രാൻസിഷൻസ് ആയിരിക്കും നടക്കാൻ സാധ്യതയുള്ളത്? പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻസും എൻ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻസ് ആർ പോസിബിൾ ദെയർ. പൈ സ്റ്റാർ ആൻഡ് എൻ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻസ് ആർ പോസിബിൾ ദെയർ. അപ്പോൾ ഇതാണ് 2 ടൈപ്പ് ക്രോമോഫോർസ്. ഇനി ഈ സെക്കൻഡ് വണ്ണിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഏതാണ്? നൈട്രോ കോമ്പൗണ്ട്സ്, അതുപോലെ അസോ കോമ്പൗണ്ട്സ്, കാർബണൈൽ ഗ്രൂപ്പ്സ്, നൈട്രൈൽ ഗ്രൂപ്പ്സ്, ഇതെല്ലാം തന്നെ സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്രോമോഫോർസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്രോമോഫോർസ്. ദെൻ നെക്സ്റ്റ് വൺ ഓക്സോക്രോംസ്. എന്താണ് ഓക്സോക്രോംസ്? അപ്പോൾ ഇതെല്ലാം പഠിച്ചു വെച്ചേക്കണം, ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഓക്സോക്രോംസ് എന്താണ്? ഓക്സോക്രോംസ്, ആൻഡ് ഓക്സോക്രോം ഈസ് ഡിഫൈൻഡ് ആസ് എനി ഗ്രൂപ്പ് വിച്ച് ഡസ് നോട്ട് ഇറ്റ്സെൽഫ് ആക്ട് ആസ് എ ക്രോമോഫോർ ബട്ട് whose presence bring about a shift of the absorption band towards the longer wavelength region. എന്തായിരിക്കും? ഒരു ഓക്സോക്രോമിക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോമ്പൗണ്ടിനകത്ത് ഉണ്ടായിരിക്കും, പക്ഷേ അതൊരു ക്രോമോഫോറായിട്ട് ആക്ട് ചെയ്യില്ല. ക്രോമോഫോറായിട്ട് ആക്ട് ചെയ്യുക മീൻസ് കോമ്പൗണ്ടിന് കളർ കൊടുക്കുന്ന ജോലി അത് ചെയ്യില്ല, പക്ഷേ അവിടെ ചില പരിപാടികളൊക്കെ നടത്തും. എന്തായിരിക്കും? ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദിസ് ഓക്സോക്രോമുകൾ ഉള്ളത് കാരണം എന്ത് പറ്റും? ദി അബ്സോർപ്ഷൻ ബാൻഡ് ആക്ച്വലി കിട്ടുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ഹയർ വേവ് ലെങ്ത് റീജിയണിലേക്ക് ചെറിയൊരു ഷിഫ്റ്റ് സംഭവിക്കാൻ ഓക്സോക്രോമുകൾ സഹായിക്കും. അങ്ങനെ ഹയർ വേവ് ലെങ്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക മീൻസ് എന്ത് പറ്റി? ക്രോമോഫോർ ഓൾറെഡി ഉണ്ടായിരുന്ന കളറിനെക്കാട്ടിലും കുറച്ചുകൂടെ കൂടിയ കളറായിരിക്കില്ലേ കിട്ടുക. അപ്പോൾ ശരിക്കും കളർ കൊടുക്കുന്നില്ല, പക്ഷേ എന്ത് ചെയ്തു? ഹയർ വേവ് ലെങ്ത് റീജിയണിലേക്ക് പോകാൻ സഹായിച്ചത് കാരണം അതിന് കളർ കൂടി.
Therefore, these oxochromes are called color enhancing groups. ക്രോമോഫോറുകളായിട്ട് ആക്ട് ചെയ്ത് കളറൊന്നും കൊടുക്കില്ല, പക്ഷേ ഇതിൻ്റെ പ്രസൻസ് കാരണം ഹയർ വേവ് ലെങ്ത് റീജിയനിലോട്ട് പോകാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ കോമ്പൗണ്ടുകളുടെ കളറ് കൂടും. കളർ എൻഹാൻസിങ് ഗ്രൂപ്പുകളായിട്ട് ഓക്സോക്രോമുകൾ ആക്ട് ചെയ്യും. ദെൻ അതുപോലെ ദിസ് ഓക്സോക്രോമിക് ഗ്രൂപ്പ്സ് ഡസ് നോട്ട് ഷോ ക്യാരക്ടറിസ്റ്റിക് അബ്സോർപ്ഷൻ എബവ് 200 നാനോമീറ്റേഴ്സ്. അതും കൂടെ ഓർത്തിരിക്കണം. ഓക്കെ, ദെൻ ഇതിന് എക്സാമ്പിൾസ് 2-3. അപ്പോൾ എന്താണ് ഓക്സോക്രോം എന്ന് മനസ്സിലായല്ലോ, കളർ എൻഹാൻസിങ് ഗ്രൂപ്പുകൾ. ഓക്കെ, 2-3 എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? OH ഗ്രൂപ്പ്, OR ഗ്രൂപ്പ്, NH2, NR2, SH ഗ്രൂപ്പ്, ഇതെല്ലാം തന്നെ ഓക്സോക്രോമുകളാണ്. ഓക്കെ, അപ്പോൾ ഓക്സോക്രോം എന്താണെന്നും എക്സാമ്പിളും ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ എന്താണ്, ഷിഫ്റ്റിംഗ് നടക്കുമെന്ന്. ഇനി അങ്ങനെ ആ ഷിഫ്റ്റിംഗ് അവിടെ വരാൻ, അതായത് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഓക്സോക്രോംസ് ദർ വിൽ ബി എ ഷിഫ്റ്റ് ടുവേർഡ്സ് മാക്സിമം ഹയർ വേവ് ലെങ്ത് റീജിയൺ. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? This is because of its ability to extend the conjugation of a chromophore by sharing of a lone pair of electrons. ക്രോമോഫോറുകൾ വരുമ്പോൾ അതിനകത്തുള്ള ലോൺ പെയർ ഇലക്ട്രോണുകൾ എന്തിനു സഹായിക്കും? നമ്മുടെ കോമ്പൗണ്ടിലുള്ള ഓക്സോക്രോമിനകത്തുള്ള ലോൺ പെയർ ഇലക്ട്രോണുകൾ ക്രോമോഫോറുകളുടെ കോൺജുഗേഷനെ എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കാൻ സഹായിക്കും. ആ എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. എന്താണ്? അതിനകത്തൊരു ക്രോമോഫോറും ഉണ്ട്, ഒരു ഓക്സോക്രോമും കൂടെ ചേർന്നിരിപ്പുണ്ട്. ക്രോമോഫോർ CH2 ഡബിൾ ബോണ്ട് CH. ദെൻ ഒരു ഓക്സോക്രോം വന്ന് പിടിച്ചു NR2. ആ NR2-ൽ ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട്. ഇനി ഡബിൾ ബോണ്ട് എക്സ്റ്റെൻഡിങ് കോൺജുഗേഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, സെക്കൻഡ് വൺ അത് ഷിഫ്റ്റ് ചെയ്ത് എന്തായിട്ടാണ് നിൽക്കുന്നത്? ആ NR2-ലെ ലോൺ പെയർ ഇലക്ട്രോണുകൾ CN ബോണ്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ദെയർഫോർ ഓൾറെഡി ഉണ്ടായിരുന്ന ഡബിൾ ബോണ്ട് എങ്ങോട്ട് പോയി? നമ്മുടെ കാർബണിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ അവിടെ ബോണ്ട് എക്സ്റ്റൻഷൻ അല്ലേ, കോൺജുഗേഷൻ എക്സ്റ്റെൻഡ് ചെയ്യുകയല്ലേ ചെയ്തത്. ബിക്കോസ് ഓഫ് ദിസ് ഷിഫ്റ്റിംഗ് സംഭവിക്കുന്നു. ഇതുകൊണ്ടാണ് നമ്മുടെ കോമ്പൗണ്ടുകൾക്ക് കിട്ടേണ്ട വേവ് ലെങ്തിനെക്കാട്ടിലും ഹയർ റീജിയണിലേക്ക് ഷിഫ്റ്റിംഗ് നടന്ന് ആ വേവ് ലെങ്തിൽ നമുക്ക് അബ്സോർപ്ഷൻ നടക്കുകയും അതിന് കളറ് കൂടുകയും അപ്പോൾ ഒരു എക്സാമ്പിളൂടെ നോക്കാം. നമ്മുടെ ബെൻസീൻ്റെ സ്ട്രക്ചർ എല്ലാവർക്കും അറിയാമല്ലോ. ബെൻസീൻ ഹാസ് ദാൻ അബ്സോർപ്ഷൻ മാക്സിമ അറ്റ് 255 നാനോമീറ്റേഴ്സ്. 255-ലായിരിക്കും അബ്സോർപ്ഷൻ മാക്സിമ കിട്ടുക. ഓക്കെ, ഈ ബെൻസീനിലേക്ക് ഒരു ഓക്സോക്രോം, ഒരു NH2 ഗ്രൂപ്പും കൂടെ വന്നു. NH2 ഗ്രൂപ്പും കൂടെ വന്നാൽ അത് എന്തായിട്ട് മാറി? അനിലീനായി. അപ്പോൾ ആ NH2 ഗ്രൂപ്പും കൂടെ അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ ബെൻസീൻ റിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്തു. NH2-ൽ ലോൺ പെയർ ഇലക്ട്രോണുകളുണ്ട്. അതെന്ത് ചെയ്യും? ഇതിനകത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഈ കോൺജുഗേഷൻ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് അത് സഹായിക്കും. Okay, therefore this oxochrome is attached to the benzene ring. Absorption maximum changes from 255 to 280 നാനോമീറ്റേഴ്സ്. 255-ൽ നിന്ന് 280 നാനോമീറ്ററിലേക്ക് എന്ത് ചെയ്യും? ഷിഫ്റ്റിംഗ് സംഭവിക്കും. ഇതാണ് ഓക്സോക്രോമുകളുടെ ജോലി. അപ്പോൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അതിന് കളറ് വരും. അത് കളറ് വരാൻ കാരണം എന്താണ്? അത് കൊടുക്കുന്നതല്ല, ആ ഷിഫ്റ്റിങ്ങിൻ്റെ ഹയർ റീജിയണിലോട്ട് പോയപ്പോൾ കളർ എൻഹാൻസ് ചെയ്യുകയാണ് ചെയ്തത്. ഓൾറെഡി ഉള്ള കളറ് കുറച്ചുകൂടെ ഒന്ന് എൻഹാൻസ് ചെയ്യുക ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഓക്സോക്രോം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ബാത്തോക്രോമിക് ഷിഫ്റ്റ് ഓർ റെഡ് ഷിഫ്റ്റ്. എന്താണ്? അതിപ്പോൾ നമ്മൾ ഈ പറഞ്ഞതിനെ കോറിലേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്താണ്? ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഓക്സോക്രോം ദി അബ്സോർപ്ഷൻ മാക്സിമ ഷിഫ്റ്റ് ടുവേർഡ്സ് ലോങ്ങർ വേവ് ലെങ്ത് റീജിയൺ. നമ്മളിപ്പോൾ കണ്ട കാര്യമാണ്. അതായത് ഓക്സോക്രോമുകൾ വരുമ്പോൾ അബ്സോർപ്ഷൻ മാക്സിമം ഹയർ വേവ് ലെങ്ത് റീജിയണിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ദിസ് ഷിഫ്റ്റിംഗ്, ഈ ഹയർ വേവ് ലെങ്ത് റീജിയൺ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? റെഡ് റീജിയൺ അല്ലേ? ദിസ് ഷിഫ്റ്റിംഗ് ഈസ് കാൾഡ് ബാത്തോക്രോമിക് ഷിഫ്റ്റ്. അത് ഹയർ വേവ് ലെങ്ത് റീജിയണിലോട്ട് അല്ലെങ്കിൽ റെഡ് റീജിയണിലോട്ട് ഷിഫ്റ്റിംഗ് നടക്കുന്നതുകൊണ്ട് ദിസ് ഈസ് അതർവൈസ് കാൾഡ് റെഡ് ഷിഫ്റ്റ്. ഓക്കെ, ഇനി ഈ റെഡ് ഷിഫ്റ്റിന് കാരണമാകാൻ സാധ്യതയുള്ള എന്തൊക്കെയാണ്? ദിസ് ഇഫക്റ്റ് മേ ബി പ്രൊഡ്യൂസ്ഡ് ബൈ ചേഞ്ച് ഓഫ് സോൾവൻസ്. നമ്മൾ സോൾവെൻറ്റ് മാറ്റി ചെയ്യുമ്പോഴത്തേക്കും ഈ ബാത്തോക്രോമിക് ഷിഫ്റ്റ് സംഭവിക്കാറുണ്ട്. അതായത് കിട്ടേണ്ട സ്ഥലത്ത് നിന്ന് ഹയർ വേവ് ലെങ്ത് റീജിയണിലോട്ട് ചെറിയൊരു ഷിഫ്റ്റ് നടന്ന് നമുക്ക് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഓൾസോ പ്രൊഡ്യൂസ്ഡ് ബൈ 2 or more chromophores ആർ പ്രസൻറ്റ് ഇൻ ദ കോൺജുഗേഷൻ. കോൺജുഗേഷനിൽ 2 അതിൽ കൂടുതലോ ക്രോമോഫോറുകൾ വന്നാലും
ഈ ടൈപ്പ് ഷിഫ്റ്റിംഗ് നടക്കാറുണ്ട്. അതായത് ഹയർ വേവ് ലെങ്ത് റീജിയനിലോട്ട് ഷിഫ്റ്റിംഗ് സംഭവിക്കാറുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്താണ് ബാത്തോക്രോമിക് ഷിഫ്റ്റ് എന്ന് മനസ്സിലായല്ലോ? ഓക്കെ, ഷിഫ്റ്റിംഗ് ടുവേർഡ്സ് ഹയർ വേവ് ലെങ്ത് റീജിയൻ. അപ്പോൾ ഒരു എക്സാമ്പിൾ, എത്തിലീൻ്റെ സ്ട്രക്ചർ കണ്ടല്ലോ. എത്തിലീൻ ഷോസ് പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻസ് അറ്റ് 170 നാനോമീറ്റേഴ്സ്. എത്തിലീന് 170 നാനോമീറ്ററിലാണ് പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻസ് ആർ പോസിബിൾ. ഓക്കെ, വേറാസ് 1,3-ബ്യൂട്ടാഡൈൻ, എത്തിലീൻ്റെ 1,3-ബ്യൂട്ടാഡൈൻ്റെ സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് 1,3-ബ്യൂട്ടാഡൈൻ എന്ത് സംഭവിച്ചു? ദാറ്റ് ഷോസ് ആൻ അബ്സോർപ്ഷൻ അറ്റ് 217 നാനോമീറ്റർ. ചെറിയൊരു ഡിഫറൻസ് അല്ലേ ഉള്ളൂ 1,3-ബ്യൂട്ടാഡൈനും എത്തിലീനും തമ്മിൽ, ഒരു കാർബണിൻ്റെ വ്യത്യാസം. അപ്പം അത് വന്നപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു? അബ്സോർപ്ഷൻ മാക്സിമം ഹയർ വേവ് ലെങ്ത് റീജിയനിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇപ്പം ഇവിടെ ഏത് ഷിഫ്റ്റാണുള്ളത്? ഹയർ വേവ് ലെങ്ത് റീജിയനിലോട്ട് പോയത് കാരണം ദിസ് ഈസ് കാൾഡ് റെഡ് ഷിഫ്റ്റ്. Okay, then next one, hypsochromic shift or blue shift. അപ്പോൾ എന്തായിരിക്കും ഹിപ്സോക്രോമിക് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ? if we are removing the conjugation from our system, okay, the absorption maximum is shifted towards the ഷോർട്ടർ വേവ് ലെങ്ത് റീജിയൻ. കോൺജുഗേഷൻ റിമൂവ് ചെയ്യുമ്പോൾ അബ്സോർപ്ഷൻ മാക്സിമം ഷോർട്ടർ വേവ് ലെങ്ത് റീജിയനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഷോർട്ടർ വേവ് ലെങ്ത് റീജിയൻ സൈഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് ഹിപ്സോക്രോമിക് ഷിഫ്റ്റ്. ഷോർട്ടർ വേവ് ലെങ്ത് റീജിയനിൽ ശരിക്കും ആരാ ഉള്ളത്? ബ്ലൂ റീജിയൻ അല്ലേ? ബ്ലൂ പോർഷൻ ആണ് ഷോർട്ടർ വേവ് ലെങ്ത് റീജിയൻ. ദെയർഫോർ ഇറ്റ് ഈസ് അതർവൈസ് കാൾഡ് ബ്ലൂ ഷിഫ്റ്റ്. അപ്പോൾ ക്ലിയർ അല്ലേ? അപ്പോൾ ഹിപ്സോയും ബാത്തോക്രോമിക്കും. അപ്പം ബാത്തോക്രോമിക് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഹയർ വേവ് ലെങ്ത് റീജിയനിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഹിപ്സോക്രോമിക് ഷിഫ്റ്റ് എന്ന് പറയുന്നത് അതിനകത്തെ കോൺജുഗേഷൻ റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു? ഷോർട്ടർ വേവ് ലെങ്ത് റീജിയനിലോട്ട് പോവുകയാണെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് ഹിപ്സോക്രോമിക്. ആ ഷോർട്ടർ വേവ് ലെങ്ത് റീജിയൻ എന്ന് പറയുന്നത് ശരിക്കും ബ്ലൂ റീജിയൻ ആണ്. ദെയർഫോർ ഇറ്റ് ഈസ് കാൾഡ് ബ്ലൂ, അതർവൈസ് കാൾഡ് ബ്ലൂ ഷിഫ്റ്റ്. ഒരു എക്സാമ്പിളൂടെ നോക്കാം നമുക്ക്. നമ്മുടെ അനിലീനിൽ എന്താണ്? പ്രോട്ടോണേഷൻ ഓഫ് അനിലീൻ കോസസ് ബ്ലൂ ഷിഫ്റ്റ്. അനിലീൻ്റെ ആക്ച്വൽ സ്ട്രക്ചർ ഫസ്റ്റ് വൺ, ബെൻസീൻ, മുകളിലൊരു NH2 ഗ്രൂപ്പ്. ആ അനിലീനിന് ലോൺ പെയർ ഇലക്ട്രോണുകളുണ്ട്. അപ്പം ശരിക്കും ആക്ച്വൽ അനിലീൻ ദാറ്റ് വിൽ ഷോസ് ആൻ അബ്സോർപ്ഷൻ മാക്സിമ അറ്റ് ലാംഡ മാക്സ് ഈസ് ഈക്വൽ ടു 280 നാനോമീറ്റർ. അനിലീന് 280 നാനോമീറ്ററിലാണ് അബ്സോർപ്ഷൻ ഉള്ളത്. അതാണ് അതിൻ്റെ അനിലീൻ്റെ അബ്സോർപ്ഷൻ. ഓക്കെ, ഇനി ഇവിടെ പ്രോട്ടോണേഷൻ സംഭവിക്കുകയാണ്. അനിലീനിന് പ്രോട്ടോണേഷൻ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും? ആ ലോൺ പെയറുകൾ നമ്മുടെ ബെൻസീനിലോട്ട് റിങ്ങിലേക്ക് വരും. ബെൻസീൻ റിങ്ങിലേക്ക് വന്ന് അതിൻ്റെ സെക്കൻഡ് സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്രോട്ടോണേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അനിലീൻ അയോൺ, ആ അനിലീൻ അയോണിൽ അവിടെ എന്ത് ചെയ്യുന്നു? കോൺജുഗേഷൻ ഒന്നും തന്നെ ഇല്ല. കോൺജുഗേഷൻ ഇല്ലാത്തത് കാരണം ഇറ്റ് ഹാസ് നോ കോൺജുഗേഷൻ. ദെയർഫോർ ദ ലാംഡ മാക്സ് അപ്പം എന്ത് ചെയ്യുന്നു? ഷോർട്ടർ വേവ് ലെങ്ത് റീജിയനിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ദെയർഫോർ ദ ലാംഡ മാക്സ് ഈസ് ഈക്വൽ ടു 203 നാനോമീറ്റേഴ്സ്. ലാംഡ മാക്സ് 203 നാനോമീറ്റർ ആയിട്ട് മാറും. ഇതാണ് നമ്മുടെ അനിലീനിസ് പ്രോട്ടോണേഷൻ അല്ലേ? അപ്പം ബിക്കോസ് ഓഫ് ദ പ്രോട്ടോണേഷൻ അനിലീൻ കോസസ് എ ബ്ലൂ ഷിഫ്റ്റ്. ആക്ച്വൽ അനിലീൻ്റെ ലാംഡ മാക്സ് വാല്യൂ 280 നാനോമീറ്റർ. പ്രോട്ടോണേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് 203 ആയിട്ട് മാറുന്നു. ദിസ് ഈസ് കാൾഡ് ഹിപ്സോക്രോമിക് ഇഫക്റ്റ് അല്ലെങ്കിൽ ഹിപ്സോക്രോമിക് ഷിഫ്റ്റ്, അല്ലെങ്കിൽ എന്താണ് അതർവൈസ് കാൾഡ് ബ്ലൂ ഷിഫ്റ്റ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ദെൻ തിരിഞ്ഞു പോവല്ലേ? ഹൈപ്പർ ക്രോമിക് ഷിഫ്റ്റ്. എന്താണ് ഹൈപ്പർ ക്രോമിക് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ? ദിസ് ഈസ് ആൻ ഹൈപ്പർക്രോമിക് ഇഫക്റ്റ്. ഷിഫ്റ്റ് അല്ല, ഹൈപ്പർക്രോമിക് ഇഫക്റ്റ്. This is an effect due to which the intensity of absorption maximum increases. Absorption maximum, intensity of absorption maximum എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ എപ്സിലോൺ മാക്സിമം. എപ്സിലോൺ മാക്സിമ വാല്യൂ കൂടുന്നു. ഇൻറ്റൻസിറ്റി ഓഫ് അബ്സോർപ്ഷൻ കൂടുന്ന പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് കാൾഡ് ഹൈപ്പർക്രോമിക് ഇഫക്റ്റ്. ഇനി അതെങ്ങനെയാണ് കൂടുന്നത്? ഇൻട്രൊഡക്ഷൻ ഓഫ് ആൻ ഓക്സോക്രോം. ഒരു ഓക്സോക്രോമിക് ഗ്രൂപ്പ് നമ്മുടെ കോമ്പൗണ്ടിനകത്തോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ എപ്സിലോൺ മാക്സിമ വാല്യൂ കൂടുന്നു. അബ്സോർപ്ഷൻ മാക്സിമ വാല്യൂ വിൽ ഇൻക്രീസസ്. ദാറ്റ് ഈസ് കാൾഡ് ഹൈപ്പർക്രോമിക് ഇഫക്റ്റ്.
ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ കൂടെ എടുത്ത് നോക്കി. ഇപ്പോൾ എല്ലാത്തിനും എന്താണെന്നും എഴുതണം, ഒരു എക്സാമ്പിളും പഠിച്ചു വച്ചേക്കണം. അപ്പം ഹൈപ്പർക്രോമിക് ഇഫക്റ്റ് മനസ്സിലായല്ലോ. ഒരു ഓക്സോക്രോം നമ്മുടെ കോമ്പൗണ്ടിലേക്ക് വരുമ്പോൾ അതിനകത്ത് അല്ലെങ്കിൽ ഓക്സോക്രോം പ്രസൻ്റ് ആണെങ്കിൽ അവിടെ ഇൻറ്റൻസിറ്റി കൂടുന്നു. ദാറ്റ് ഈസ് കാൾഡ് ഹൈപ്പർക്രോമിക് ഇഫക്റ്റ്. എക്സാമ്പിൾ പെറിഡീൻ. പെറിഡീൻ at 257 നാനോമീറ്റർ. പെറിഡീനിന് 257 അതിൻ്റെ ആക്ച്വൽ 257 ലാംഡ വാല്യൂ 257 നാനോമീറ്റർ. ഇറ്റ് ഹാസ് ആൻ എപ്സിലോൺ മാക്സിമ 2750. That will shifted if a CH3 group is attached to it. CH3 is a chromophore. ഓക്സോക്രോം. അപ്പോൾ ഒരു ഓക്സോക്രോമിക് ഗ്രൂപ്പ് ഈ പെറിഡീനിലേക്ക് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ ദാറ്റ് വിൽ ബിക്കം 2-methyl pyridine. Then this 2-methyl pyridine has a lambda value 262 nanometer and it has an epsilon maxima value 3560. അപ്പോൾ അവിടെ ഷിഫ്റ്റിംഗ് നടന്നില്ലേ? എവിടെ നിന്ന് എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു? 2750 എപ്സിലോൺ മാക്സിമം ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ അത് 2-methyl pyridine ആയപ്പോഴത്തേക്കും 3560 മാറി, ഷിഫ്റ്റിംഗ് നടന്നു. അപ്പോൾ അവിടെ എപ്സിലോൺ മാക്സിമ വാല്യൂ ഇൻക്രീസസ്. ദിസ് ഈസ് കാൾഡ് ഹൈപ്പർക്രോമിക് ഇഫക്റ്റ്. ക്ലിയർ? ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ ഹൈപ്പോക്രോമിക്. അപ്പോൾ ഹൈപ്പർക്രോമിക് ആൻഡ് ഹൈപ്പോക്രോമിക്. ഹൈപ്പോക്രോമിക്കിൽ സംഭവിക്കുന്ന ഒന്നുമില്ല. നമ്മളിപ്പോൾ പറഞ്ഞ എപ്സിലോൺ മാക്സിമ വാല്യൂ കുറയും. അതായത് ഇൻട്രൊഡക്ഷൻ ഓഫ് എ ഗ്രൂപ്പ് വിൽ റെഡ്യൂസ് ദ എപ്സിലോൺ മാക്സിമ വാല്യൂ. ദിസ് ഇഫക്റ്റ് ഈസ് കാൾഡ് ഹൈപ്പോക്രോമിക് ഇഫക്റ്റ്. അപ്പം ഹൈപ്പർ ക്രോമിക് ആണെങ്കിൽ ഗ്രൂപ്പ് ഒരു ഓക്സോക്രോമിക് ഗ്രൂപ്പ് വരുമ്പം എപ്സിലോൺ മാക്സിമ വാല്യൂ വിൽ ഇൻക്രീസ് ആൻഡ് ഒരു ഗ്രൂപ്പ് വരുമ്പോൾ എപ്സിലോൺ മാക്സിമ വാല്യൂ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കാൾഡ് ഹൈപ്പോ. അപ്പോൾ ഹൈപ്പർ ആൻഡ് ഹൈപ്പോ തിരിയല്ലേ? ദെൻ അപ്പോൾ this is an effect due to the intensity of an absorption maximum decreases. Or introduction of group. Because of the introduction of group, epsilon maxima value will decrease. Example, biphenyl. First structure, biphenyl. This biphenyl has the lambda value 250 nanometer and has an epsilon maxima 19000. ഓക്കെ, ഇതാണ് ബൈഫിനൈലിൻ്റെ വാല്യൂ. പക്ഷേ ഇതിനകത്തേക്ക് നമ്മളൊരു CH3 ഗ്രൂപ്പും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ബൈഫിനൈൽ എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? ഒരു CH3 ഗ്രൂപ്പ് കൂടെ വന്നിട്ട് 3-methyl ബൈഫിനൈലായി. ദെൻ ദിസ് 3-methyl ബൈഫിനൈൽ ഷോസ് ആൻ അബ്സോർപ്ഷൻ അറ്റ് 237 നാനോമീറ്റേഴ്സ്. അപ്പോൾ ഇവിടെ കുറഞ്ഞു 237 നാനോമീറ്റേഴ്സ് ആൻഡ് ഇറ്റ് ഹാസ് ആൻ എപ്സിലോൺ മാക്സിമ വാല്യൂ 10250. അപ്പോൾ ആ വാല്യൂം കുറഞ്ഞില്ലേ? this means that the introduction of CH3 group decreases the epsilon maxima value. This is called hypochromic effect. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഹൈപ്പർക്രോമിക് ആണെന്നുണ്ടെങ്കിൽ ഒരു ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ആൻ ഓക്സോക്രോമിക് ഗ്രൂപ്പ് അവിടെ ലാംഡ വാല്യൂ ഇൻക്രീസ് ചെയ്യും, ഹയർ വേവ് ലെങ്ത് റീജിയനിലോട്ട് പോയി ലാംഡ വാല്യൂ ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ എപ്സിലോൺ മാക്സിമ വാല്യൂ ഓൾസോ ഇൻക്രീസസ്. ഹൈപ്പോക്രോമിക് ആകുമ്പം ലാംഡയും കുറഞ്ഞു, അവിടെ എപ്സിലോൺ മാക്സിമ വാല്യൂ ഓൾസോ ഡിക്രീസസ് അല്ലേ? ലാംഡ വാല്യൂ നമ്മുടെ ബൈഫിനൈലിന് 250 ആയിരുന്നു, അതെങ്ങോട്ട് പോയി? 237 പോയി. അതുപോലെ എപ്സിലോൺ വാല്യൂ 19000 ആയിരുന്നത് 10250 കുറഞ്ഞു. ദിസ് ഈസ് കാൾഡ് ഹൈപ്പോക്രോമിക് ഇഫക്റ്റ്. അപ്പം ഇതെല്ലാമാണ്, ഈ ടേമുകളാണ് നിങ്ങൾക്ക് UVക്കകത്ത് ഓർത്തിരിക്കേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പഠിച്ച ഈ 6 ടേമുകൾ അതെന്തൊക്കെയാണ് എന്നുള്ളത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ഡിഫറൻസേ ഉള്ളൂ. ക്രോമോഫോർ എന്താണ്, ഓക്സോക്രോമിക് എന്താണ്, ബാത്തോക്രോമിക് ഷിഫ്റ്റ് അല്ലെങ്കിൽ റെഡ് ഷിഫ്റ്റ് എന്താണ്, അതുപോലെ ഹിപ്സോക്രോമിക് ഷിഫ്റ്റ് ഓർ ബ്ലൂ ഷിഫ്റ്റ് എന്താ, ദെൻ ഹൈപ്പർ ക്രോമിക് ആൻഡ് ഹൈപ്പോക്രോമിക് ഇഫക്റ്റ്. ഈ കാര്യങ്ങളല്ലേ, ഇതെല്ലാം തിരിഞ്ഞു പോകാണ്ട് എക്സാമ്പിൾ വെച്ചിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി പോർഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്